ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പുതിയ സിനിമയിൽ മമ്മൂട്ടി സ്ത്രീ പീഡകനായ വില്ലൻ ജിതിൻ കെ ജോസിനെ കുറിച്ചാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ. പുത്തൻ പരീക്ഷണങ്ങളുടെ മലയാളികളെ എന്നും വിസ്മയിക്കുന്ന നടനാണ് മമ്മൂട്ടി. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വൈവിധ്യങ്ങളുടെ തുടർച്ചയാകും എന്ന് പ്രേക്ഷകർ കരുതുന്ന സിനിമയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പ്രൊജക്റ്റ്. ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചും അതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയും കുറിച്ചും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. പുതിയ സിനിമയിൽ പുള്ളിയാണ് വില്ലൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡകനായ വില്ലൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ന്. എന്ത് ആരാധകർ, നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തുന്ന നടനുണ്ടോ അദ്ദേഹം ഒരു അത്ഭുതമാണ്. മമ്മൂട്ടിക്ക് ഈ പരീക്ഷണങ്ങൾ തന്നെയാണ് നല്ലത്. അദ്ദേഹത്തിന് ഇനിയും നേടാൻ ഒന്നും ബാക്കിയില്ല. ഇനി നേടാനുള്ള എല്ലാം പുത്തൻ പരീക്ഷണങ്ങളുടെയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു. മെഗാസ്റ്റാർ 428 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിൻ്റെ കഥാകൃത്തായ ജിതിൻ കെ ജോസ് സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജോമോൻറ്റി ജോൺ ആണ് ചിത്രത്തിൻ്റെ ക്യാമറ. സുഷിൻ ആണ് സംഗീത സംവിധാനം. ഭീഷ്മ പർവ്വതം, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമയ്ക്ക് ശേഷം സുഷിൻ മമ്മൂട്ടി കോംബോ ഒന്നിക്കുന്ന മറ്റൊരു ചിത്രം കൂടിയാണ് ഇത്. ഡിനി സംവിധാനം ചെയ്ത ബസൂക്കയാണ് ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഓഫ് പേഴ്സ് എന്നിവയാണ് മമ്മൂട്ടിയുടെ അണിയറയ്ക്ക് ഒരുങ്ങുന്ന മറ്റ് ചിത്രങ്ങൾ. ഇതിൽ ബസൂക്ക ടീസർ അണിയറ പത്രത്തിൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു. നല്ല പ്രതികരണമാണ് ടീസറിന് ലഭിച്ചത്. ഷൂട്ടിംഗ് പുരോഗമിച്ച് ഗൗതം മേനോൻ്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമയും നിർമ്മിക്കുന്നത്.